ഈ ലാമ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ ഈ ലാമ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചിലവില്ലായ്മയില്ല എങ്കിലും ഒരു 100 രൂപയ്ക്കകത്ത് നമുക്ക് ഈ അടിപൊളി ലാമ്പ് സെറ്റ് ചെയ്യാം. ഒരു ടേബിൾ ലാമ്പ് വാങ്ങാൻ നോക്കിയിട്ട് എന്താ വില? ഓൺലൈനിലൊക്കെ ഒടുക്കത്തെ വില. നമ്മളെപ്പോഴും സിമ്പിൾ ടെക്നിക്ക് നോക്കുന്നതായതുകൊണ്ട് കാശ് കൊടുത്ത് ഈ സാധനമൊന്നും വാങ്ങാൻ ഞാൻ നിന്നില്ല. അപ്പം പിന്നെ തനിയാണ് ഉണ്ടാക്കാമെന്ന് കരുതി. 22 രൂപയ്ക്ക് ഒരു ടിഷ്യൂ ബോക്സും പിന്നെ 35 രൂപയുടെ ഒരു സ്ട്രിങ് ലൈറ്റും പിന്നെ പശ സ്റ്റാപ്ലർ അതെല്ലാം നമുക്കുള്ളതല്ലേ. ഇത്രയും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ഏകദേശം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ട് തൊട്ട് നമ്മൾ സ്കൂളിൽ ചെയ്തു വരുന്നൊരു പ്രോസസ്സാണ് ഈ ഫ്ലവർ മേക്കിംഗ്. ടിഷ്യൂ പേപ്പർ എവിടെ കിട്ടിയാലും എപ്പോൾ കിട്ടിയാലും ആദ്യം നമ്മുടെ മൈൻഡ് പോകുന്ന ഈ ഒരു ഫ്ലവറിലേക്കാണ്. ഓരോ ഇതിലായിട്ട് ഈ പേപ്പറിനെ ഒന്ന് വിരിച്ചെടുക്കാം. ആദ്യം 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതെങ്ങനെ തികയ്ക്കും എന്നുള്ളതിൽ ആകെ കൺഫ്യൂഷനായി. എത്ര പേപ്പർ വേണം, എത്ര ഫ്ലവർ വേണം എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ. പിന്നെ ഉണ്ടാക്കാനും കുറച്ച് മടിയായി തുടങ്ങി. ഇനി അടുത്തതായിട്ട് വേണ്ട ഇതുപോലൊരു ഈ ഷേപ്പ്, സെയിം ഈ ഷേപ്പ് തന്നെ വേണം കേട്ടോ, എങ്കിലേ ആ ഒരു കൊട ഷേപ്പ് വരത്തുള്ളൂ. അപ്പം ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. ഇത് നമുക്ക് എവിടെയെങ്കിലും അയ്യത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, തോട്ടിലോ പറമ്പിലോ എവിടെയാണെങ്കിലും കിട്ടും. പിന്നെ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയൊരു കാര്യം, ഗ്ലൂഗൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂഗൺ വെച്ചിട്ട് വേണം നമുക്കിത് ഓരോന്നിനും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഇത് കാണുമ്പോൾ തോന്നും ആ ഫ്ലവർ ഒന്ന് വിടർന്നു വരുവാന്ന്. അല്ല, അത് ഇളകി പോകുന്നതാണ്. കുറച്ച് ടഫാണ്, കുറച്ച് നേരം മെനക്കെട്ട് തന്നെ ചെയ്യണം. അതിൻ്റെ 4 പാടും ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അവിടെ ഇവിടെ എല്ലാം ഒന്ന് കവർ ചെയ്യണം. എങ്ങനെയാണെങ്കിലും നമുക്കൊരു മുൾക്കിരീടം പോലെ ഒന്ന് കവർ ചെയ്ത് വരണം. വലിയ കഷ്ടപ്പാടൊന്നും പറയാനില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. എനിക്ക് കുറച്ച് മടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ ഈ കാണുന്ന സാധനം അത് നമ്മൾ സ്റ്റാൻഡായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. നമ്മുടെ ബ്രൗൺ പേപ്പറൊക്കെ പൊതിഞ്ഞ് വരത്തില്ല, അതിൻ്റെ അകത്തുള്ള സാധനം ആ ഒരു പൈപ്പ്. അതിൻ്റെ മീതേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ മെയിൻ വില്ലൻ ഈ ഒരു ബേസാണ്. ഈ ബേസ് സെറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം ഒരു കേക്കിൻ്റെ ഒരു ബേസായിരുന്നു എടുത്തിരുന്നത്. അത് പിള്ളേരും കൊണ്ട് എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. കാർഡ്ബോർഡൊക്കെ മുടിച്ചെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കിടന്നൊരു ബോട്ടിലിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ആരും നിൽക്കരുത് കേട്ടോ, കാരണം അത് മറിഞ്ഞു പോകാൻ ചാൻസ് അല്ല, എൻ്റെ അത് മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ കേക്കിൻ്റെ പഴയത് കിടന്ന് തന്നെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും സംഭവം പൊളിയാണ് കേട്ടോ. നമുക്ക് ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് അടിപൊളി ഒരു ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയാണ് റൂമിലൊക്കെ വെക്കാൻ.